നമ്മൾ ഈ മുസല്ലയിൽ ഇരുന്ന് ഏറെ സന്തോഷത്തോടെ യാതൊരു ആകുലതകളും വ്യാകുലതകളും ഇല്ലാതെ കൃത്യസമയത്തേക്ക് ഇവിടെ എത്തിപ്പെട്ട് അള്ളാഹുവിൻ്റെ മഹത്തരമായ ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങളെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മളിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലരും പ്രവാസികൾ ഈദ്ഗാഹുകളില്ലാതെയാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. താമസിക്കുന്ന വീടുകൾക്ക് മുകളിലൂടെ, ഫ്ലാറ്റുകൾക്ക് മുകളിലൂടെ എന്തോ ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കുന്ന മൊബൈൽ ഫോണുകളിലേക്ക് അലാറങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് പുറത്തിറങ്ങിയാൽ മൊബൈലിൽ അടുത്ത മെസ്സേജ് വരുന്നു, താങ്കൾ സുരക്ഷിതമായി എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണമെന്ന് അറിയിപ്പ് വരുന്നു. നാട്ടിലേക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചാൽ ടിക്കറ്റ് പോലും ലഭിക്കാത്ത, ഫ്ലൈറ്റ് പോലും ഇല്ലാത്ത അവസ്ഥ. നാട്ടിലേക്കൊന്ന് ലീവ് എടുത്തു പോയാൽ തിരിച്ച് കമ്പനിയിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറയുന്ന ജോലി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പ്രിയപ്പെട്ട ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ കല്യാണങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ വിദേശത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികൾ, ഇതെല്ലാം ഓർത്തും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയും അള്ളാഹ്ക്ക് ഒരുപാട് ശുക്ർ ചെയ്തിട്ടുകൊണ്ടാവണം ഇന്ന് നമ്മൾ ഇവിടുന്ന് പടിയിറങ്ങേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹീതമായ ഒരു മാസം. ആ മാസത്തിൽ ധാരാളം നന്മകൾ ചെയ്യാൻ, കണക്കില്ലാത്ത നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ധാരാളം അള്ളാഹുവിനെ സ്തുതിക്കാൻ, നന്ദി ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. അതിന് ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. റമദാനിൽ നാം കെട്ടിപ്പടുത്ത ആത്മീയതയുടെ ആ കോട്ടകൾ പെരുന്നാൾ കഴിയുന്നതോടെ തകർന്നടിയരുത്. ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഇന്നെടുക്കേണ്ട പ്രതിജ്ഞയാണ്. ഞാൻ നേടിയെടുത്ത, ഞാൻ കൊയ്തെടുത്ത, ഞാൻ ഒരുപാട് അധ്വാനിച്ച് കെട്ടിയുണ്ടാക്കിയ ഭദ്രമായ ഈ കോട്ട ഞാനായിട്ട് ഓരോന്നായി കെട്ടഴിക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കേണ്ട സമയമാണ്. നേടിയെടുത്ത ഓരോ വിശുദ്ധമായ അവസ്ഥയും നിലനിർത്താൻ, ജീവിതകാലം മുഴുവൻ അതിൻ്റെ ചൈതന്യം കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യമായി പ്രാർത്ഥിക്കുക എന്നത് അനിവാര്യമാണ്. ഒരു മനുഷ്യൻ ചെയ്തിരിക്കുന്ന സൽക്കർമ്മം സ്വീകരിക്കാൻ കഴിയുക എന്നതിൻ്റെ മാനദണ്ഡമാണ് മിൻ അലാമത്തി ഖബൂലിൽ ഹസന. ഒരു മനുഷ്യന്റെ അമലുകൾ സ്വീകരിക്കുക എന്നത് അൽ ഹസനതു ബഅദഹാ, അതിനുശേഷവും അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വീകാര്യതക്കുള്ള ചില സാധ്യതകളാണ്. ഒരു നന്മ ചെയ്ത് തുടങ്ങി ശീലമാക്കി അത് അവസാനിപ്പിച്ചാൽ അതിൻ്റെ സ്വീകാര്യതക്ക് കോട്ടം വരുമെന്നാ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കേവലം ഒരു മാസത്തെ ഏതെങ്കിലും കുറച്ചു ദിവസത്തേക്ക് വേണ്ടി അധ്വാനിച്ചവരല്ല. നമ്മൾ എത്ര കാലത്തേക്ക് അധ്വാനിക്കാനുള്ളവരാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. തൊണ്ടക്കുഴിയിൽ മരണം വരുന്നതുവരെ, യഖീനായ ഉറച്ച മരണം വരുന്നതുവരെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കേവലം ഒരു മാസത്തെ സ്പെഷ്യലിസ്റ്റുകളല്ല. കുൻ റബ്ബാനിയൻ, നിങ്ങൾ റബ്ബിന്റെ ആളുകളായി മാറുക. വലാ തകുൻ റമദാനിയ, റമദാനിന്റെ സ്പെഷ്യലിസ്റ്റുകളായി റമദാനിൽ മാത്രം പള്ളിയിലും ഖുർആനിലും സദഖയിലും ഒതുങ്ങുന്ന, അതോടുകൂടെ അവസാനിപ്പിക്കുന്നവരായി മാറാതിരിക്കുക. നാം ചെയ്ത് ശീലമാക്കിയ നമ്മുടെ നന്മകൾ ഇനി ഒരിക്കലും നഷ്ടമാകരുത്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ എന്തൊരു നല്ല താല്പര്യമായിരുന്നു. കൃത്യമായി നമ്മളെല്ലാം ആ ജമാഅത്ത് നമസ്കാരത്തിന് എത്തിപ്പെട്ടല്ലോ. സ്വലാത്തുൽ ജമാഅത്തി തഫ്ളുലു സ്വലാത്തൽ ഫദ്ദി ബി 27 ദറജ. ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി കൂലി ഉണ്ടെന്നറിഞ്ഞപ്പോഴാണ് ജമാഅത്ത് നമസ്കാരത്തിന് നമുക്ക് എത്താൻ കഴിഞ്ഞത്. ആ കൂലി ഇനിയുമുണ്ട്, നമ്മളത് മുടക്കരുത്. നമ്മളാണ് ആദ്യത്തെ സഫിലേക്ക് എത്താനുള്ളവർ. ഖുർആനിന്റെ പാരായണം ഓരോ അക്ഷരത്തിനും അതിന്റെ പ്രതിഫലം മനസ്സിലാക്കി ഖത്മ് ചെയ്തവരാണ്, എത്രയോ ജുസുകൾ പഠിച്ചവരാണ്. പക്ഷേ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിച്ചവനും പഠിപ്പിക്കുന്നവനുമാണ് ഉത്തമൻ. നമ്മൾ ആ ഉത്തമരായി ഇനിയും മാറണം. നമ്മൾ ഇനിയും പഠിക്കണം. QHLS ക്ലാസുകൾ പോലെ, CRE സംവിധാനങ്ങൾ പോലെ ദീന് പഠിക്കാനുള്ള മജ്ലിസുകളിൽ ഇതുപോലെ ആളൊഴിയാതെ ഒന്നടങ്കം സദസ്സുകളിൽ ഉണ്ടാവണം. നോമ്പുകൾ അവസാനിച്ചിട്ടില്ല. ശവ്വാൽ മാസത്തിന്റെ 1-ാം തീയതിയാണെങ്കിൽ ഇനി വരുന്ന നാളിൽ നമുക്ക് 6 പ്രധാനപ്പെട്ട നോമ്പുണ്ട്. റമദാനിന്റെ നോമ്പുകൾ പൂർത്തിയാക്കിയാൽ മൻ സാമ റമദാന, ആരെങ്കിലും റമദാനിൽ നോമ്പെടുത്താൽ സുമ്മ അത്ബഅഹു 6 മിൻ ശവ്വാൽ, എന്നിട്ട് ശവ്വാലിലും 6 നോമ്പെടുത്താൽ കാനക സിയാമി ദഹരി, കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ്.
നഷ്ടമാകരുത്. ഇത്രയും നോമ്പെടുത്ത് നമുക്കൊരു 6 നോമ്പുകൾ കൂടെ ചെയ്യാൻ എന്തിനാ മടി? സുന്നത്താണെന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ നമ്മൾ അതിലുണ്ടാവണം. കഴിഞ്ഞാൽ തിങ്കളും വ്യാഴവും നമുക്ക് നോമ്പുണ്ട്. നമ്മളൊരു നോമ്പുകാരനായി ജീവിക്കാനും നോമ്പുകാരനായിക്കൊണ്ട് പരലോകത്ത് എത്തിപ്പെടാനുമാണ് ആഗ്രഹിക്കേണ്ടത്. എത്രയെത്ര സ്വതക്ക ചെയ്തവരാണ്, നമ്മൾ അത് നിർത്തിവെക്കരുത്. സാധ്യമാകുന്ന മേഖലകളിലൊക്കെ കൊടുക്കണം. ഇവിടെ വന്നവരാരും ചെയ്യാതെ അതൊരു സ്വതക്ക ചെയ്യാതെ പോയിട്ടില്ല. വന്നവരാരും സ്വതക്ക കിട്ടാതെ പോയിട്ടില്ല. സ്വതക്ക ചോദിച്ചു വന്നവരാട്ടി ഓടിച്ചിട്ടില്ല. അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട ആ സ്വതക്കയുടെ വിഷയത്തിലും നമ്മുടെ മനസ്സ് അഹബ്ബുൽ അഅമാലു ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ലാ. നമ്മൾ എത്ര ചെറുതാണെങ്കിലും എത്ര കുറഞ്ഞതാണെങ്കിലും പതിവാക്കി ചെയ്യുന്നതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പ്രീറ്റ് പദ്ധതികളെ പോലെ പാവപ്പെട്ട മനുഷ്യന്റെ വീടുകളിൽ ഭക്ഷണം എത്തിക്കാൻ നമ്മുടെ പണം ചെലവഴിക്കണം. കടം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരോട് സങ്കടങ്ങൾ ചോദിക്കണം, അവരെ നമ്മൾ സഹായിക്കണം. പ്രവാസികളായ സുഹൃത്തുക്കളുടെ വിഷമങ്ങൾ അറിയാതെ അടിച്ചു പൊളിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് ചോദിക്കണം, ശമ്പളം കിട്ടിയിട്ടുണ്ടോ? വീട്ടിൽ പെരുന്നാൾ ഡ്രസ് എടുത്തിരുന്നോ? വീട്ടിൽ വല്ലതും മാംസം മേടിച്ചിരുന്നോ എന്ന് ആത്മാർത്ഥമായി നിങ്ങളൊന്ന് ചോദിക്കണം. സ്വതക്ക ചെയ്യാൻ മടിക്കല്ലേ. കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ ഈ ദിവസത്തിൽ നമ്മൾ ആഘോഷ തിരക്കുകൾക്കിടയിൽ വിട്ടുപോകല്ലേ. അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഒരു ഹദീസിൽ കാണാം, മൻ വസലക്, ആരെങ്കിലും കുടുംബ ബന്ധത്തോട് ചേർത്താൽ വസൽതുഹു, ഞാൻ അവനോട് ബന്ധം ചേർക്കും. വമൻ ഖതഅകി, കുടുംബ ബന്ധത്തിന് ആരെങ്കിലും മുറിച്ചാൽ ഖതഅതുഹു, ഞാൻ അവനുമായി ബന്ധം മുറിക്കും. സ്വർഗം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ ബാപ്പയോട്, എളാപ്പയോട്, പ്രിയപ്പെട്ട ഭാര്യ കുടുംബത്തോട്, ജ്യേഷ്ഠാനുജന്മാരോട്, പെങ്ങളോട് കുടുംബ ബന്ധം ചേർക്കാതെ മാറ്റി നിൽക്കല്ലേ. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം വിച്ഛേദിച്ചവർ സ്വർഗത്തിലെത്തൂല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗം കൊതിക്കുന്നവരെ പിണക്കങ്ങൾ മാറ്റണം. ഒരു സുഹൃത്തിനോട്, ഒരു ബന്ധുവിനോട്, ഒരു പ്രിയപ്പെട്ടവനോട് അകാരണമായ പിണക്കങ്ങൾ നമുക്ക് ആവശ്യമല്ല. പിണങ്ങിയാൽ തന്നെയും 3 ദിവസത്തിൽ അപ്പുറം നമുക്ക് പിണക്കമില്ല. ഫോൺ എടുക്കണം, വിളിച്ചു പറയണം, നമ്മൾ എൻ്റെ എല്ലാം ഞാൻ വിട്ടിരിക്കുന്നു, നമ്മൾ തമ്മിൽ ഇനി പ്രശ്നമില്ല, നമ്മൾ തമ്മിൽ ഇനി സംസാരിക്കണ്ട, ഞാൻ എൻ്റെ പിണക്കം അവസാനിപ്പിച്ചിരിക്കുന്നു. ഖൈറുഹുമല്ലദീ യബ്ദഉ ബിസ്സലാം, ആദ്യമായി സലാം പറഞ്ഞ് തുടങ്ങുന്നവനാണ് അതിൽ നല്ലത്. ആലിംഗനം ചെയ്യണം, അവർ നമ്മൾ ബന്ധങ്ങൾ ചേർത്ത് പുതുക്കണം, നമ്മൾ സന്ദർശിക്കണം, നമ്മൾ തുറന്ന് സംസാരിക്കണം, സമ്മാനങ്ങൾ കൊടുക്കണം എന്നതൊക്കെ നമ്മുടെ മനസ്സിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാവണം. അള്ളാഹുവിനെ വാനോളം പുകഴ്ത്തുകയാണ് നമ്മൾ. എനിക്കെല്ലാം തന്നത് അള്ളയാണ്, അള്ളയാണ് വലുത്. അമേരിക്കയല്ല, ഇസ്രയേലല്ല, ഇറാനല്ല, ലോകരാജ്യങ്ങളല്ല, എൻ്റെ റബ്ബാണ് എനിക്ക് വലുത്. അല്ലാഹു അക്ബറു കബീറാ, അള്ളയാണ് വലുതെന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ. ലോകത്ത് ഒരുപാട് വിശ്വാസികളുണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് വിലയിരുത്തണം. ആ പ്രവാസ സഹോദരങ്ങൾ ഈദ്ഗാഹുകളില്ല, യാത്രകളില്ല, ഒരു ആശ്വാസമായ കൂടിച്ചേരലുകൾ പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ആ പ്രവാസിയുടെ പണം കൊണ്ട് വൈബ് തേടി നടക്കുകയാണ്, രാത്രിയും പകലും അടിച്ചു പൊളിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളും മക്കളും യാതൊരു വിലയും കൂസാതെ ഇതൊക്കെ എന്നും വരുന്ന പൈസയാണെന്ന ധാരണയിൽ ചെത്തിപ്പൊളിച്ച് നടക്കുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആരും മറക്കല്ലേ. ഫലസ്തീനിലെയും ഗസയിലെയും ഇറാനിലെയും പല പ്രദേശങ്ങളിലെയും നിരപരാധികളായ സാധുക്കളായ ഒട്ടനേകം മനുഷ്യന്മാർ യാതന അനുഭവിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പട്ടണങ്ങളെ നമ്മളൊന്ന് ഓർക്കണം, ആ നഗരങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അവർക്ക് വേദനിക്കുമ്പോൾ നമ്മുടെ കയ്യിന് വേദനിക്കണം, നമ്മുടെ കണ്ണിന് വേദനിക്കണം. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം, വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹത്തിലും അനുകമ്പയിലും ഒറ്റ ശരീരം പോലെയാണ്. ആ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒന്ന് വേദനിച്ചാൽ, കൈകാലുകൾ വേദനിച്ചാൽ, കാലുകൾക്ക് തളർച്ച വന്നാൽ അതിൻ്റെ കണ്ണുകളിൽ ഉറക്കമൊഴിക്കുന്ന പോലെ എവിടെയെങ്കിലുമുള്ള ഒരു വിശ്വാസി വേദനിക്കുമ്പോൾ ചക്കരക്കല്ലിലുള്ള നമ്മുടെ മനസ്സിലും ഒരു നീറ്റലുണ്ടാവണം, നമ്മുടെ കണ്ണുകളിലും ഒരു കണ്ണുനീരുണ്ടാവണം, നമ്മുടെ കൈകളിൽ നിന്നവർക്ക് വേണ്ടി പ്രാർത്ഥന ഉയരണം. എന്തേ? അവർ മുഅ്മിനീങ്ങളാണ് എന്നത്. സഹോദരങ്ങളെ, ഇറാൻ പോലെയുള്ള പ്രദേശങ്ങളിൽ, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ആലോചിക്കണം, ഇറാനിൽ നടക്കുന്ന യുദ്ധങ്ങളുടെയും കലഹങ്ങളുടെയും പിന്നിൽ ആരെയും ഇനി ബോധ്യപ്പെടുത്തേണ്ടത് അമേരിക്കയും ഇസ്രയേലുമാണ്. അത് ബന്ധപ്പെട്ട് ഏതൊരു കാര്യത്തിലാണെങ്കിലും ആലോചിച്ചോളും, അതൊരു ഗൂഢമായ തന്ത്രങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകും.
നിലവിൽ നമ്മൾ കാണുന്ന വാർത്തകൾ സ്വീകരിക്കുന്ന സ്രോതസ്സുകളൊക്കെ മീഡിയകളൊക്കെ അവരുടെ അധീരതയിലാണ്. കിട്ടുന്നത് മുഴുവൻ കൊണ്ടുപോയി ഷെയർ ചെയ്യാൻ നിൽക്കണ്ട. ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാതെ അജ്ഞാതമായ വിവരങ്ങൾ പറഞ്ഞാൽ അത് അപകടങ്ങൾ ചെയ്യും. ഇറാനിൽ യുദ്ധത്തിന്റെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ഒരു നാടിന്റെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് ഈ രണ്ടു രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംശയമില്ല, അമേരിക്കയും ഇസ്രയേലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ആക്രമണമാണ് സംഭവം. ഇവിടെ ഒരുപാട് കുട്ടികളും പ്രയാസപ്പെടുന്നു, സ്ത്രീകൾ പ്രയാസപ്പെടുന്നു, ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു. ആ നാടിന്റെ സമ്പത്തും സൗകര്യങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അത് കാണാൻ കഴിയും. അതോടൊപ്പം വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അഹ്ലുസുന്നക്കാരെ, ഇറാൻ എന്ന ഭരണകൂടത്തിന്റെ ഷിയാ വിശ്വാസത്തിൽ നമ്മൾ ഒരിക്കലും തന്നെ ബന്ധമില്ല. ആ വിശ്വാസം നമ്മൾ അംഗീകരിക്കൂല, ആ ആശയം നമ്മൾ അംഗീകരിക്കൂല. അവരിൽ ആര് മരിച്ചാലും അവരെ ഷഹീദായി മുദ്രകുത്താൻ നമുക്ക് പറ്റൂല. എന്താ അങ്ങനെ? സ്വഹാബികളിൽ പലരെയും കാഫിറാണെന്ന് പ്രഖ്യാപിച്ചു. സ്വഹാബിമാരിൽ ഭൂരിഭാഗം ആളുകളെ മുർത്തദ്ദാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരിണിയാണെന്ന് വാദിക്കുന്നവരാണ് അവർ. നഊദു ബില്ലാഹ്. ഈ ഖുർആന് പൂർണ്ണമല്ല, 17,000 ആയത്തുള്ള ഞങ്ങളുടെ കയ്യിലെ ഖുർആനാണ് സത്യമെന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അബൂ ലൂലത്തുൽ മജൂസി എന്ന മനുഷ്യന്റെ മഖ്ബറയുണ്ടാക്കി, മഖാമുണ്ടാക്കി അവിടെ ഇബാദത്ത് എടുക്കുന്നവരാണ് ഷിയാക്കൾ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ആളുമാറിയിട്ടാണ് നബിക്ക് വഹി ലഭിച്ചതെന്ന് വിശ്വസിക്കുന്നവരാണ്. തുടങ്ങി ഒട്ടനേകം കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ കാവൽക്കാരാണ് ഇറാൻ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് കാര്യം മറച്ചു വെക്കേണ്ടതില്ല. ഇവിടെ എത്രയോ ആളുകൾ ഇറാനിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്, പ്രശ്നമല്ല. എന്നാൽ അറബ് രാജ്യത്ത് പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ഒരു വക്തിൽ പോലും പ്രാർത്ഥിക്കാൻ മനസ്സില്ലാതെ പോകുന്നത് വലിയ അബദ്ധമാണ് എന്ന് തിരിച്ചറിയുക. അതോടൊപ്പം സുഹൃത്തുക്കളെ, നമ്മുടെ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ പരിഹരിക്കണം. സോഷ്യൽ മീഡിയ ഒരു വല്ലാത്ത അഡിക്ഷനായി മാറിക്കൊണ്ടിരിക്കുക. കള്ളു കുടിക്കുന്ന പോലെ, സിഗരറ്റ് വലിക്കുന്ന പോലെ, MDMA ഉപയോഗിക്കുന്ന പോലെ ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ളവരുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ബാധിച്ച് ജീവിതത്തിന്റെ ലക്ഷ്യം മറക്കുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉപയോഗത്തിൽ കൃത്യമായ നിയന്ത്രണം വരുത്തേണ്ടവര് നമ്മളാണ്. സമാധാനം റീൽസിലല്ല, സമാധാനം ഇൻസ്റ്റഗ്രാമിലല്ല, സമാധാനം തേടി പോകേണ്ടത് ഫേസ്ബുക്കിലല്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിലുള്ള സ്മരണയുണ്ടെങ്കിലാണ് സമാധാനം കിട്ടുള്ളൂ. പടച്ചോൻ എന്ന ചിന്തയുണ്ടെങ്കിലേ നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ. മറ്റേത് അഡിക്ഷനേക്കാളും സോഷ്യൽ മീഡിയ ഇന്ന് കുട്ടികളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ രക്ഷിതാക്കളുണ്ട്, ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടികൾ ഉണ്ടാക്കുന്ന ധാരാളം വയലൻസുകൾ നമ്മൾ കേൾക്കുകയാണ്. ഒരുപാട് സെക്ഷൽ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള അടിസ്ഥാനം അവരുടെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണെന്ന് തിരിച്ചറിവുണ്ടാകണം. ബാപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടിയ നമ്മുടേതായ സ്വത്താണ് എന്ന ബോധം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരെ, സ്ത്രീകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈദ്ഗാഹുകളിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്ന് പറയും, യാ മഅ്ശറൻ നിസാ, സ്ത്രീകളെ, തസദ്ദഖ്ന, നന്നായി ദാനം ചെയ്യണേ, നിങ്ങൾ നന്നായി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, നരകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെയാണ് കണ്ടത് എന്ന് ഓർമ്മപ്പെടുത്താറുണ്ട്. എന്നാൽ സഹോദരിമാരെ, ഇസ്ലാമിക മൂല്യങ്ങൾ കുടുംബത്തിൽ വളർത്തുന്നതിൽ സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. ഒരു വീട് നന്നാവാൻ, ഒരു കുടുംബം മനോഹരമാകാൻ, ഒരു ദാമ്പത്യം അടിപൊളിയാകാൻ ഒരു സ്ത്രീക്ക് വലിയ പങ്കുണ്ട്. മക്കളെ ദീനിയായ ചിട്ടയിൽ വളർത്താൻ, വീടുകൾ അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് നിലനിർത്താൻ സഹോദരിമാരെ നമ്മളാണ് നന്നായി ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഹിജാബ് സ്റ്റൈലിനുള്ളതല്ല, ഒരു ഏതെങ്കിലും നിലക്കുള്ള അടിപൊളിക്കാനുള്ളതല്ല. ഹിജാബ് നമ്മുടെ സുരക്ഷിത വസ്ത്രമാണ്. അത് തള്ളിക്കളയല്ലേ, അത് മാറ്റിയിട്ട് ആണിന്റെ വസ്ത്രം ധരിക്കല്ലേ, അത് മാറ്റിയിട്ട് കോലക്കേട് ചമയല്ലേ, അത് മാറ്റി വെച്ചിട്ട് ദീന് വലിച്ചെറിഞ്ഞ് നീ സൗന്ദര്യം പുറത്ത് കാണിച്ച് നടക്കല്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും നല്ല മര്യാദയുള്ള ഒരു ഉത്തമ സമുദായമായി നമുക്ക് മാറാൻ മാതൃകാ സഹോദരിമാർ നമുക്കുണ്ടാവണം. ഭർത്താവിനെ അനുസരിക്കുന്നവരായി മാറണം. സൽസ്വഭാവ
സ്വഭാവികളായി നമ്മൾ മാറണം. അങ്ങാടിയിലാണെങ്കിലും പുറത്താണെങ്കിലും പൊതു ഇടങ്ങളിലാണെങ്കിലും മാന്യമായ നല്ല പെരുമാറ്റം നമ്മൾ പാലിക്കാൻ ശ്രദ്ധിക്കണം. ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്, മക്കളുണ്ട്. യുവാക്കളെ, ഈ കരുത്ത്, ഈ യൗവനം, ഈ ശക്തി അള്ളാഹ് നൽകിയതാണ്, മഹത്തായ അനുഗ്രഹമാണ്. അത് വിസ്മരിക്കല്ലേ. സോഷ്യൽ മീഡിയയിലൂടെയും ലഹരിയുടെയും മറ്റുമൊക്കെ തെറ്റായ വഴിയിൽ നമ്മുടെ വീണ് ജീവിതം തകർക്കരുത്. ഉമ്മയെ വേദനിപ്പിക്കരുത്, വാപ്പാനെ കരയിപ്പിക്കരുത്. നമ്മുടെ ജോലി, സ്വപ്നങ്ങൾ, നമ്മുടെ കരിയർ, നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചകളെല്ലാം പൊളിക്കുന്ന ശൈത്വാനിയത്തിന്റെ ഒന്നിലും നമ്മൾ ഉണ്ടാവരുത്. സമയത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകണം, ആരോഗ്യത്തെക്കുറിച്ച് വിചാരണയുണ്ടാകും. ഇതൊന്നും മറന്നു പോകാതെ നമ്മുടെ ഊർജവും കരുത്തുമൊക്കെ മഹല്ലിനും നാടിനും ഉമ്മാക്കും ഉപ്പാക്കും ഉപകരിക്കുന്നതായി മാറണം. പ്രിയപ്പെട്ട കുട്ടികളെ, നല്ല മര്യാദയുള്ളവരായി വളരാൻ കഴിയണം. അവധിക്കാലത്തിലേക്ക് നമ്മൾ പോകാനിരിക്കുക. പല അപകടങ്ങളും വരാൻ സാധ്യതകളുണ്ട്. നല്ല ശക്തമായ ചൂടുള്ള സമയങ്ങളാണ്. കുട്ടികൾക്ക് ദീന് പഠിക്കാൻ നല്ല ഒഴിവുള്ള വേളയാണ്. നല്ല നല്ല മര്യാദകൾ പഠിപ്പിക്കാൻ നല്ല നല്ല കോഴ്സുകളൊക്കെ വരാനിരിക്കുക. അവധിക്കാല ക്യാമ്പുകൾ വരാനിരിക്കുകയാണ്. നമ്മളാണ് നമ്മുടെ കുട്ടിനെ പറഞ്ഞയക്കേണ്ടത്. വീട്ടിൽ വന്ന് വലിച്ചു കൊണ്ടേകുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരലോകത്തെ മറന്നുകൊണ്ട് നമ്മളാരും പോകരുത്. അത് മറക്കുമ്പോഴാണ് തോന്നിവാസങ്ങൾ പെരുകുന്നത്, അക്രമങ്ങൾ പെരുകുന്നത്, കൊലപാതകങ്ങൾ പെരുകുന്നത്. അമ്മായിമ്മ മരുമകളെ വെട്ടിക്കൊല്ലുന്നു, മക്കൾ തിരിച്ചു വാപ്പയെ ഉമ്മയെ പുറത്താക്കുന്നു. എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസാരമായ കാരണത്താൽ നാടുകളിൽ ക്രൂരമായ പലതും നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ മക്കൾ വരെ കുറ്റവാളികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വേദനയായിരിക്കണം നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. പരിഹാരമുണ്ടാകണം. പരലോകമൊന്ന് വരാനുണ്ട്. മരണത്തോടെ നമ്മുടെ പരലോക ജീവിതം നമ്മൾ തുടങ്ങുകയാണ്. ഈ ലോകത്തുനിന്ന് നമ്മളൊക്കെ പടിയിറങ്ങും. എപ്പോഴാണെന്നൊരാൾക്കും പറയാൻ കഴിയില്ല. പലരും നമ്മോട് യാത്ര പറഞ്ഞ് നമ്മളാണ് കുളിപ്പിച്ചു കൊണ്ടുപോയി കബറടക്കിയത്. മരണത്തോടെ തീരുന്നതല്ല എന്നും പരലോകമുണ്ടെന്നും പരലോകത്തൊരു വിചാരണയുണ്ടെന്നും എല്ലാ രഹസ്യങ്ങളും അല്ലാഹ് പുറത്തു കൊണ്ടുവരുമെന്ന ശക്തമായ താക്കീതുണ്ടാവണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. എല്ലാ റബ്ബ് പതിയിരുന്ന് നിരീക്ഷിക്കുന്നുണ്ട്. വകാന ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. എല്ലാം അല്ലാഹ് നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അല്ലാഹ് പുറത്ത് കൊണ്ടുവരും. അറിയില്ല എന്ന് വിചാരിക്കരുത്. പാസ്വേഡുകൾ കാര്യമില്ല, സ്വകാര്യതകൾ കൊണ്ട് കാര്യമില്ല. എല്ലാം പുറത്തു വരുന്ന ഒരു ലോകം വരാനിരിക്കുന്നുണ്ട്. അതോടൊപ്പം വിശ്വാസികളെ, ഈ സമയത്തും നമ്മുടെ മനസ്സിലുണ്ടാവണം സാമ്പത്തിക മാന്ദ്യമുണ്ട് പലയിടത്തും. ഗ്യാസിന്റെ സിലിണ്ടറുകൾ കിട്ടാതെയാകുമ്പോഴത്തേക്ക് എന്തായി? പണം വരാതെയായാൽ എന്താകും? ഒന്ന് ഇരുന്ന് ആലോചിക്കണം. ജീവിതത്തിന്റെ പല പ്രയാസങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉള്ളത് കൊണ്ട് സംതൃപ്തി അടഞ്ഞ് ജീവിക്കാൻ നമ്മൾ ശീലിക്കണം. പരമാവധി ധൂർത്തും പൊങ്ങച്ചങ്ങളും നമ്മൾ ചുരുക്കണം. അത് കല്യാണത്തിലായാലും തക്കാരത്തിലായാലും പെരുന്നാളിലായാലും. വലാ തുസ്രിഫൂ, ധൂർത്തടിക്കല്ലേ. അല്ലാഹുമ്മ ഖന്നിഅനി ഫീമാ റസഖ്തനി വബാരിക് ലീ ഫീ. അല്ലാഹ് ഉള്ളതിൽ കൊണ്ട് എനിക്ക് സംതൃപ്തി അടയാൻ സഹായിക്കണേ, എനിക്ക് ബറക്കത്ത് തരണേ എന്ന പ്രാർത്ഥനയുണ്ടാവണം. തൗഹീദും തവക്കുലും ക്ഷമയുമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനമായ മാനദണ്ഡം എന്ന് മറക്കാതിരിക്കുക. റമളാൻ കഴിഞ്ഞാൽ പഴയ കൂട്ടുകെട്ടും പഴയ തിന്മകളിലേക്കും പോകാതെ നമ്മുടെ ദീന് ഉറപ്പിച്ചു നിർത്തുന്നവരുടെ കൂടെയാവട്ടെ നമ്മുടെ സാന്നിധ്യങ്ങൾ. ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ. അവിടെയും ഒരു മുസ്ലിമിന്റെ ധാർമ്മികമായ ബോധം അയാൾ സംരക്ഷിക്കണം. വർത്തമാനകാലത്ത് രാഷ്ട്രീയ ബോധമുള്ളവനായി നമ്മൾ മാറണം. വർഗീയതയില്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ഓരോ വിശ്വാസിയും അവൻ ബോധ്യപ്പെട്ടുകൊണ്ട് അതിനെ പ്രവർത്തിക്കാൻ സന്നദ്ധരാവണം. അരാഷ്ട്രീയവാദം അപകടമാണ്. അവിശുദ്ധ രാഷ്ട്രീയവും നമുക്ക് അന്യമാണ്. മതവിശ്വാസം അടിയറ വെച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനവും നമുക്ക് വേണ്ട. എല്ലായിടത്തും തികഞ്ഞ സൂക്ഷ്മതയുള്ളവരായി അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിക്കുന്നവരായി നമ്മൾ മാറണം. ഈ സന്ദർഭത്തിൽ രോഗികളായവരെ, മാതാപിതാക്കളെ, പ്രായമായവരെ, പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കാൻ, സന്ദർശിക്കാൻ, സഹായിക്കാൻ നമുക്ക് കഴിയണം. എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എല്ലാം സ്വീകരിച്ച് കിട്ടാനുള്ള ദുആ ഉണ്ടാവണം. അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകൾ ഒന്നും നഷ്ടമാകാതെ നിന്റെ തുലാസിലെ കനപ്പെട്ട അമലുകളാക്കി കബൂൽ ചെയ്യണേ റബ്ബേ. ഒരുപാട്